ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയും ആഗോള എണ്ണ വിപണി അനിശ്ചിതത്വത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റിയാദിൽ നടത്തിയ സന്ദർശനം കേവലം ഒരു നയതന്ത്ര യാത്രയല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള അതിനിർണായകമായ ഒരു കരുനീക്കമാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ഈ ഒരു വേളയിൽ സൗദി അറേബ്യയുമായി ഇന്ത്യ നടത്തുന്ന ഉന്നതതല ചർച്ചകൾക്ക് രാഷ്ട്രീയവും സാമ്പത്തികവും സുരക്ഷാപരവുമായ ഒട്ടേറെ മാനങ്ങളുണ്ട്. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന്റെ അടുക്കള മുതൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെ വരെ ബാധിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തേടിയാണ് ഇന്ത്യയുടെ ശബ്ദമില്ലാത്ത പോരാളി റിയാദിൽ വന്നിറങ്ങിയത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും പുകയുന്ന സംഘർഷങ്ങളാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഗണ്യമായ ഒരു ഭാഗം കടന്നു പോകുന്ന ഈ ഇടുങ്ങിയ ജലപാത അടച്ചുപൂട്ടുമോ എന്ന ഭീതിയിലാണ് ആഗോള വിപണി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 40% എത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഏത് ചെറിയ തടസ്സവും ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിലെ വില വർദ്ധിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ തന്നെ തകിടം മറിക്കും. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് ഇന്ധനമാണെന്നിരിക്കെ സപ്ലൈ ചെയിനിലുണ്ടാകുന്ന നേരിയ വിള്ളൽ പോലും വിലക്കയറ്റത്തിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും നയിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഊർജ്ജ മേഖലയിലെ സഹകരണം ഉറപ്പാക്കാൻ ഡോവൽ സൗദി ഊർജ്ജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാനുമായി ചർച്ച നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ഇറാനോട് സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകളിൽ പടിഞ്ഞാറൻ ഏഷ്യയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേന ഇറാനിയൻ കപ്പലായ തൗസ്ക പിടിച്ചെടുത്തതും തുടർന്നുണ്ടായ വെടിവെപ്പും മേഖലയെ ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്. 6 മണിക്കൂർ നീണ്ട മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് അമേരിക്കൻ നാവിക കപ്പൽ ഷെല്ലാക്രമണം നടത്തിയത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ ശക്തി പ്രകടനങ്ങളുടെ സൂചനയാണ്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനമെന്നോണം രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 അടുക്കുകയാണ്. ഇത്തരമൊരു വിലവർദ്ധനവ് ഇന്ത്യയെപ്പോലെ ഒരു ഇറക്കുമതി രാജ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ സംഘർഷം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന കൃത്യമായ വിലയിരുത്തലാണ് ഡോവലിന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബാനും ഡോവലുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ കേവലം ഔപചാരികതകൾ മാത്രമായിരുന്നില്ല. പടിഞ്ഞാറൻ ഏഷ്യയിലെ മാറുന്ന സുരക്ഷാ സമവാക്യങ്ങളും മേഖലയിലെ സമാധാന ശ്രമങ്ങളും ഈ ചർച്ചകളിൽ പ്രധാന വിഷയമായി. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അടുത്ത കാലത്തായി വലിയ തോതിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. കേവലം ഒരു എണ്ണക്കച്ചവടത്തിനപ്പുറം പ്രതിരോധ രംഗത്തും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലും ഇരു രാജ്യങ്ങളും പുലർത്തുന്ന ഐക്യം മേഖലയിലെ സ്ഥിരതയ്ക്ക് നിർണായകമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വിശ്വസ്തനായ പങ്കാളിയും വലിയൊരു വിപണിയുമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സൗദി ഇസ്ലാമിക ലോകത്തെ ഇന്ത്യയുടെ സ്വാധീനമുറപ്പിക്കാനുള്ള പ്രധാന പാലവുമാണ്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു എന്ന വാർത്തകൾ ആശ്വാസം നൽകുന്നതാണ്. ഇതിനായി തെരഞ്ഞെടുക്കപ്പെട്ട വേദിയാകട്ടെ പാകിസ്ഥാൻ ആണെന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കൗതുകകരമായ മാറ്റമാണ്. ഏപ്രിൽ പകുതിയോടെ നടന്ന 1ാം ഘട്ട ചർച്ചകൾക്ക് പിന്നാലെ 2ാം ഘട്ട ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ചർച്ചകളെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. മേഖലയിലെ സമാധാനം ഇന്ത്യയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് അജിത് ഡോവൽ ഈ നയതന്ത്ര നീക്കങ്ങളിൽ നേരിട്ടിടപെടുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കൊറിഡോർ അതുപോലെയുള്ള വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇന്ധനവില വർധനവ് ഇന്ത്യയിലെ സാധാരണക്കാരനെ സംബന്ധിച്ച് വെറുമൊരു വാർത്തയല്ല. പെട്രോൾ, ഡീസൽ വിലയിലുണ്ടാകുന്ന ഓരോ രൂപയുടെ വർധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. ലോജിസ്റ്റിക്സ് ചെലവ് വർദ്ധിക്കുന്നതിലൂടെ പച്ചക്കറികൾ മുതൽ അവശ്യ മരുന്നുകൾ വരെ വില കൂടും. ഇത് രാജ്യത്തിന്റെ പണപ്പെരുപ്പ നിരക്കിനെ ബാധിക്കുകയും റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്താൻ നിർബന്ധിതമാക്കുകയും ചെയ്യും. ആഗോളതലത്തിൽ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിപണിയെ സുരക്ഷിതമാക്കാൻ മുൻകൂട്ടിയുള്ള ജാഗ്രത അത്യാവശ്യമാണ്. സൗദി അറേബ്യയെ പോലെയുള്ള വിശ്വസ്തരായ എണ്ണ ഉൽപ്പാദകരിൽ നിന്ന് മുടക്കമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ കഴിയുന്നത് ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ ഇന്ത്യയെ സഹായിക്കും. അമേരിക്കയുടെ ഉപരോധങ്ങളും ഇറാന്റെ വെല്ലുവിളികളും സൗദിയുടെ താൽപ്പര്യങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ എല്ലാ പക്ഷങ്ങളുമായും സന്തുലിതമായ ബന്ധം പുലർത്താൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്.
ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വിജയമാണ്. ഒരു വശത്ത് അമേരിക്കയുമായി ശക്തമായ പ്രതിരോധ പങ്കാളിത്തം പുലർത്തുമ്പോൾ തന്നെ മറുവശത്ത് ഇറാന്റെ ചബഹാർ തുറമുഖ പദ്ധതിയിൽ ഇന്ത്യ പങ്കാളിയാണ്. അതേസമയം തന്നെ സൗദി അറേബ്യയുമായുള്ള തന്ത്രപരമായ ബന്ധത്തിന് കോട്ടം തട്ടാതെയും നോക്കുന്നുണ്ട്. അജിത് ഡോവലിന്റെ സന്ദർശനം ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള ശ്രമം കൂടിയാണ്. ആഗോള ശക്തികൾക്കിടയിൽ സ്വന്തം താൽപ്പര്യങ്ങൾ ബലികഴിക്കാതെ നിലകൊള്ളാൻ ഇന്ത്യ കാണിക്കുന്ന ഈ ആർജവം പടിഞ്ഞാറൻ ഏഷ്യയിലെ സമാധാന ചർച്ചകളിൽ ഇന്ത്യയെ ഒരു പ്രധാന സ്വാധീന ശക്തിയാക്കി മാറ്റുകയാണ്. അജിത് ഡോവലിന്റെ റിയാദ് സന്ദർശനം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സ്ഥിതിഗതികൾ അത്യന്തം ഗൗരവകരമാണ്. എണ്ണവില $100 കടക്കാതിരിക്കാനും സപ്ലൈ ചെയിനുകൾ സുരക്ഷിതമായിരിക്കാനും ഇന്ത്യ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അതിൽ വിജയികൾ ഉണ്ടാകില്ലെന്നും മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയായിരിക്കും ഫലമെന്നും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഡോവലിന്റെ ഈ സൈലന്റ് ഡിപ്ലോമസി അഥവാ നിശബ്ദ നയതന്ത്രം വരും ദിവസങ്ങളിൽ മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും എത്രത്തോളം സഹായിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ നടത്തുന്ന ഈ കൃത്യമായ ഇടപെടലുകൾ ആഗോള രാഷ്ട്രീയത്തിൽ ഭാരതത്തിന്റെ ഉയരുന്ന സ്വാധീനത്തെയാണ് അടിവരയിടുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിൽ സമാധാനം പുലരുന്നത് ലോകത്തിന്റെ മൊത്തം ആവശ്യമാണ്. കാരണം അവിടെ കത്തുന്ന തീ അണഞ്ഞില്ലെങ്കിൽ അതിന്റെ ചൂട് അനുഭവിക്കേണ്ടി വരുന്നത് വരാനിരിക്കുന്ന തലമുറകൾ കൂടിയായിരിക്കും. ഇന്ത്യയെപ്പോലെ ഒരു ജനാധിപത്യ ശക്തിയുടെ സമാധാന ശ്രമങ്ങൾ ഈയൊരു അർത്ഥത്തിൽ ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.